ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങോട്ട് അല്ല ഇങ്ങോട്ട്. അങ്കിൾ മിണ്ടല്ലേ അങ്കിൾ അങ്കിൾ അകത്തുണ്ടോ ഭയങ്കര ശബ്ദം. ഞാൻ പേടിച്ചു പോയി. ഓ ദുർഗ എവിടെ പോയിരുന്നു? ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ പോയതാ. എന്താ വേഗം ആവത്തില്ലേ? ചെല്ല് വേഗം ചെല്ല്. ഭയങ്കര ശബ്ദമായിരുന്നു. ഓ അകത്ത് കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഇപ്പോഴാണ് ആശ്വാസമായത്. എന്നാ നീരജ കിടന്നോ ദുർഗ പൊയ്ക്കോ. അല്ല ദുർഗ കിടന്നോ നീരജ വിളിക്കുന്നു. എന്തോ യോ വിളിച്ച് പോട്ടെ. കുഴപ്പമില്ലല്ലോ. ഇല്ല. കിരൺ എന്താ കിരൺ? ആരോടെ കയറിയിട്ടുണ്ട് ദുർഗെ? കള്ളന്മാരാണ് തോന്നുന്നു. പറയാനൊക്കില്ല. കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ പൃഥ്വിക്ക് നമ്മളെ സംശയം തോന്നാൻ സാധ്യതയുണ്ട്. അവൻ നമുക്ക് കൊട്ടേഷൻ വെച്ചതാണോന്ന് അറിയില്ലല്ലോ. മുറിക്ക് പുറത്ത് സഹദേവനങ്ങൾ കറങ്ങുന്നുണ്ട്. നമ്മുടെ കല്യാണം കള്ളത്തരമാണോ എന്ന് അങ്കിളിന് സംശയമുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു പണി ഒപ്പിക്കാം. എന്താടോ? ഓക്കെ ഡൺ. അയ്യോ, സന്ധ്യ കഴിഞ്ഞാ പിന്നെ ഈ കയ്യിനും കാലിനൊക്കെ എന്തൊരു വേദനയാ. എത്ര മരുന്ന് കഴിച്ചു എന്റെ ദേവി, ഇതൊന്നും മാറിക്കിട്ടാത്ത എന്താ. ഈ കുഴമ്പെങ്കിലൊന്ന് നന്നായിരിക്കണേ, എല്ലാ വേദനയും മാറണേ. പണ്ടത്തെ എഫക്റ്റ് ഒന്നും ഇപ്പോഴത്തെ കുഴമ്പനില്ല. അമ്മേ, കള്ളനാണെന്ന് കരുതി എന്നെ കയറി പിടിക്കുന്നവനെ കൂമ്പിടിച്ച് ഞാൻ പപ്പടമാക്കും. കിൻഡൽ പവറുള്ള കയ്യായത്. ഇതുകൊണ്ടൊന്ന് കിട്ടിയാലേ ഏത് പോലീസുകാരുടെയും അണ്ടർ കവർ പൊളിഞ്ഞ് പപ്പടമാവും ഉറപ്പ്. സേഫ്. എന്താത്? ചക്ക വെട്ടിയിട്ട പോലൊരു ശബ്ദം. ചക്കയല്ല തള്ളേ, മനുഷ്യനാ. എന്റെ തല പൊട്ടിയെന്ന് തോന്നുന്നു. നടുവും പുറവും വേദനിച്ചിട്ട് വയ്യ. ഇവിടെ എന്തോന്ന് ഒഴിച്ചിട്ടിരിക്കുന്ന? ഇതെന്തോ തൈലോ? ദേഹത്ത് തേക്കേണ്ട തൈലം തറയെ തേച്ചിട്ടിരിക്കുന്ന കള്ളക്കിളവി. അമ്മേ, എണീക്കാനും പറ്റുന്നില്ല. എവിടെ ഒരു ശബ്ദം കേട്ടത്? ഇനിയിപ്പോ എനിക്ക് തോന്നിയതാണോ? അയ്യോ, ഇതെങ്ങനെ താഴെ പോയത്? അല്ല, ഈ കഥകാരപ്പ തുറന്ന് എത്ര
ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും ശരി തന്നെ ഏട്ടാ, നമുക്കുള്ള അത്രയൊന്നും വരത്തില്ലല്ലോ. ഇത് തന്നെയാണ് ആള്. ഈ രാത്രിയിൽ ഇങ്ങനെ ഫോൺ ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും അണ്ടർ കവർ പോലീസ്. അങ്ങോട്ട് അല്ല വേണ്ട ഇങ്ങോട്ട്. ഹലോ ചേട്ടാ. അയ്യോ, എന്നിട്ട് അവനിപ്പോ എങ്ങനുണ്ട്? ഒരാൾ അങ്ങോട്ട് പോയി, ഒരാൾ ഇങ്ങോട്ട് പോയി. രണ്ടുപേരും രണ്ട് വഴിക്കാണല്ലോ പോയെ. ഞാനിപ്പോ ആരുടെ പുറകെ പോവും? അങ്ങോട്ട് അല്ല വേണ്ട ഇങ്ങോട്ട് പോവാം. നമ്മുടെ ചെറുക്കനെ തൊട്ട ഒരുത്തിനെ വെറുതെ വിടരുത് ചേട്ടാ. അവനെ തല്ലിയവർക്ക് തിരിച്ച് നല്ല ഇടി കൊടുക്കണം. പോലീസ് സ്റ്റേഷനിൽ കയറ്റി നല്ല ഇടി കൊടുക്കണം. അതിനാ സിഐക്ക് കാശ് കൊടുത്താലും കുഴപ്പമില്ല. ഒരു മടിയും വിചാരിക്കണ്ട. നമ്മളോട് എന്ത് ചെയ്തോ അതിന്റെ ഇരട്ടി തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചിന്തിച്ചാ മതി. ആ, വേണ്ട, നമ്മൾ എന്തിനാ അവരെ പറ്റി ചിന്തിക്കുന്നേ? അവൻ എന്ത് ചെയ്തു എന്നുള്ളതല്ലല്ലോ നമ്മുടെ പ്രശ്നം. തല്ലിയവരെ തിരിച്ചു തല്ലണം. അതിനിപ്പോ പോലീസുകാര് തന്നെയാ നല്ലത്. ഇടിച്ചിട്ടെന്താ ഇവർക്ക് കൊള്ളാത്തത്? ഇനി അടുത്തത് മിസ്സാവില്ല, കാണിച്ചു കൊടുക്കാം.